പഠനത്തെ ജീവിതാനുഭവങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി അന്തിക്കാട് KGM സ്കൂളിലെ കുട്ടികൾക്കായി 1500 ഏക്കർ വിസ്തൃതിയുള്ള അന്തിക്കാട് കൊയ്ത്തുപാട സന്ദർശനം സംഘടിപ്പിച്ചു. പച്ചപ്പൊരിഞ്ഞ നെൽകൃഷിയിടത്തിലെത്തിയ കുട്ടികൾക്ക് നെൽകൃഷിയുടെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് മുതിർന്ന കർഷകൻ അറക്കവീട്ടിൽ മുഹമ്മദ് ലളിതമായി വിശദീകരിച്ചു നൽകി. വിത്ത് വിതയ്ക്കൽ മുതൽ വിളവെടുപ്പ് വരെയുള്ള പ്രവർത്തനങ്ങൾ ലളിതമായി അവതരിപ്പിച്ചതോടെ കുട്ടികൾക്ക് കൃഷിയോട് കൂടുതൽ ആകർഷണമുണ്ടായി. മനസ്സിലായില്ല, മാഷ് പറഞ്ഞില്ലേ, എല്ലാവരും കിഴക്ക് ഭാഗം ഗതിയിൽ, തെക്ക് ഭാഗം ഗതിയിൽ, വടക്കേറ്റം ഗതിയിൽ, ഈ ഭാഗത്ത് മാത്രം നാട് നന്നായിട്ട് നെല്ലുണ്ടായില്ല. ഒരു ഏക്കറിക്ക് 40 ചാക്ക് വരെ 40-45 ചാക്ക് വരെ നെല്ലുണ്ടായിരുന്നു. ഇതുമല്ല എല്ലാവർക്കും ഉഷാറായില്ല. ഒന്ന് വിത്ത് വിതയ്ക്കാം, വിത്ത് വിതച്ചിട്ടിട്ട് മുളച്ച് വന്ന് അത് വലുതായി വരും. പിന്നെ ഒന്ന് വിത്ത് വിതച്ചിട്ട് അത് ഞാറാക്കി ഇത്ര നീളത്തിൽ ഞാറാക്കിയിട്ട് ഞാറ് പറിച്ചെടുത്തിട്ട് കൊണ്ടുപോയി അകലത്തിൽ വെക്കാം. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ? ഞാറായിട്ട് ഞാറ് നടുമ്പോൾ ചിലവ് കൂടുതലാണ്, പക്ഷേ പുല്ല് കുറയും. അതിന് വരി കുറയും, വരി നെല്ലുണ്ടാവും, അതിൻ്റെ ഉള്ളിൽ അത് കുറയും. പക്ഷേ വിതയാവുമ്പോൾ അതിൽ പുല്ല് കൂടുതലുണ്ടാവും, അതുപോലെ തന്നെ വരിയും കൂടുതലുണ്ടാവും. കൊയ്ത്തുപണികൾ നേരിൽ കണ്ടത് കുട്ടികൾക്ക് പുതിയ അനുഭവമായി. നെൽക്കതിരുകൾ കൊയ്യുന്ന രീതിയും നെയ്തെടുക്കുന്ന നെല്ല് ചാക്കിലാക്കുന്നവരെയും ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും കുട്ടികൾ ശ്രദ്ധാപൂർവം നിരീക്ഷിച്ചു. കർഷകരുടെ കഠിനാധ്വാനത്തെക്കുറിച്ചുള്ള അവബോധം കുട്ടികൾക്ക് ലഭിച്ചു. പാഠപുസ്തകങ്ങളിൽ ഒതുങ്ങുന്ന അറിവുകളേക്കാൾ ഇത്തരം അനുഭവങ്ങൾ കുട്ടികളുടെ സമഗ്ര വളർച്ചയ്ക്ക് സഹായകരമാണെന്ന് പ്രധാനാധ്യാപകൻ ജോഷി ഡി കൊള്ളന്നൂർ അഭിപ്രായപ്പെട്ടു. വിളഞ്ഞു നിൽക്കുന്ന നെൽപ്പാടത്തിൻ്റെ സൗന്ദര്യം കുട്ടികൾ ആസ്വദിച്ചു. പ്രധാനാധ്യാപകൻ ജോഷി ഡി കൊള്ളന്നൂർ, അധ്യാപകരായ റോഷ്നി കെ, ലിനി NG, ആന്റണി ജോസഫ് എന്നിവർ നേതൃത്വം നൽകി.